ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന നമുക്ക് പിസ്സ ഉണ്ടാക്കാം. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത്? റവ വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് പിസ്സ വീട്ടിൽ തന്നെ തയ്യാറാക്കാം. അതെങ്ങനെയാണെന്ന് ഒരു പിസ്സയ്ക്ക് 1/2 കപ്പ് റവ, ചെറിയ പിസ്സയാണ്. 1/2 ടീസ്പൂൺ പഞ്ചസാര ഇട്ടു, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പുളിയില്ലാത്ത തൈര് എടുക്കണം. 2 ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈര്, ഒട്ടും പുളിയില്ലാത്തത് എടുക്കണം. ഇനി ഒരു നുള്ളുപ്പ് ഇടണം, ഒരു നുള്ളുപ്പ്. ഇനി ഇത് നമുക്കൊന്ന് ഒരു ഡോ ആക്കണം. ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു. ഈ ഒരു പരുവമാണ്. ഇനി ഇത് നമുക്കൊന്ന് മൂടി വെക്കാം. പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ റവ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചാൽ മതി. ഇത് നമുക്കൊന്ന് മൂടി വെക്കാം. ഒരു 15 മിനിറ്റ് കഴിയട്ടെ, എടുക്കാം. പിസ്സയുടെ മേളിൽ വെക്കാൻ നമുക്ക് ഒരു സവാള അരിഞ്ഞെടുക്കാം. ഒരു സവാളയുടെ 4/1 മതി. നമുക്കിങ്ങനെ പൊളന്നെടുക്കണം. കാപ്സിക്കം, അത് ഏത് ഷേപ്പിൽ വേണേലും എടുക്കാം. ടൊമാറ്റോയുടെ അകം എടുത്തിട്ട് വേണം നമുക്ക്. അപ്പം നമുക്ക് വേറെ എന്തിനെങ്കിലും ഉപയോഗിക്കാം. ആ പൾപ്പിഞ്ഞെടുക്കണം, എടുക്കണം. പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മളിതെടുത്തു. നല്ല മയം വന്നു. ഇനി ഇത് നമുക്കൊന്ന് പരത്താം. മൈദയോ ആട്ടയോ അല്ലെങ്കിൽ സൂചി തന്നെയോ പരട്ടിയിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഇത് ഓവനൊന്നും വേണ്ട, തവയ്ക്കകത്തേക്ക് ഉണ്ടാക്കാം. ഒരു 2 ഡ്രോപ്പ് ഒലിവ് ഓയിൽ ഒഴിക്കുക. ജസ്റ്റ് ഒന്ന് പരത്തിയാൽ മതി.
നമ്മുടെ പിസ്സ ബേസ് ഇതിലാക്കി ഇടണം. അരികൊക്കെ നമുക്ക് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ശരിയാക്കി ഒരു ടേബിൾ സ്പൂൺ പിസ്സ സോസ്, ഒരു ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് എടുത്തു. രണ്ടും കൂടെ ഒന്ന് ഇളക്കി ഒന്ന് 2-3 ഗാർലിക് അരിഞ്ഞ്, സോസ് നമ്മളെല്ലായിടവും പുരട്ടി കഴിഞ്ഞു. ഇനി നമുക്ക് ചീസ് ഇടാം. മൊസറല്ല ചീസ്, ഗ്രേറ്റഡ് മൊസറല്ല ചീസ്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കാപ്സിക്കം നമ്മൾ അരിഞ്ഞത്, ചീസ് കൂടുതൽ വേണേലും ഇടാം. കോണ കുറച്ച് ഒറിഗാനോ, ചില്ലി ഫ്ലേക്സ്. ഇനി ഇത് നമുക്ക് എല്ലാം റെഡിയായി അടുപ്പിലേക്ക് വെക്കാം. നമുക്ക് ഇതേപോലെ നമ്മുടെ ദോശക്കല്ല് അടുപ്പിലോട്ട് വെക്കുക. അതിൻ്റെ മുകളിലേക്ക് ഇത് വെക്കുക, എന്നിട്ട് അടയ്ക്കുക. ഓവനും ഒന്നും വേണ്ട. നമുക്കൊരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറക്കാം. 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് തുറക്കാം. തുറന്നിട്ട് ചീസ് ഉരുകി തുടങ്ങുമ്പോൾ കുറച്ച് ഒരു ടീസ്പൂൺ വെള്ളം നമ്മൾ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പം ചീസ് നന്നായിട്ട് ഉരുകും. അതാ ഒരു ടീസ്പൂൺ വെള്ളം മതി. അല്ല, നമ്മളുടെ പിസ്സ റെഡിയായി, നമുക്ക് എടുക്കാം. പീസൊക്കെ ഉരുകി നല്ല പിസ്സ റെഡിയായി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം.